അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് മാണിക്ക കല്യാളെ വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞമ്മക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണല്ലേ? നിങ്ങൾ റെഡിയല്ലേ മക്കളെ? നമ്മളും റെഡിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പാത്രം ഒന്ന് കൗത്തിയത് കാണിച്ച് തന്നീനോ? ഇല്ലല്ലോ, ഉണ്ടില്ലേ? ചിലതൊക്കെ കാണിച്ചിക്കണില്ല. ആ കുടുക്കൊക്കെ കൗത്തിനെ കാണിച്ചിക്കണേ, ഇതൊന്നും കൗത്തി വെച്ച് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മളെ കുടുക്കിയും പാത്രമൊക്കെ കൗത്തി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നലെ ഒരു കമൻ്റ് ഉണ്ടായിന് കേട്ടോ, എന്തിനാണ് ഇത്രയും വലിയ ചെമ്പട്ടിയും കുടുക്കൊക്കെ എന്നുള്ളത്. അതെന്താണോ മോളെ, നമ്മളത് തറവാട്ട് പേരെയാണ് കേട്ടോ. അപ്പം പണ്ട് ഇമ്മയും ഒക്കെ ഉപയോഗിച്ചിന് ചെമ്പട്ടിയും കുടുക്കിയും ഒക്കെയാണ് കേട്ടോ. അത് പിന്നെ ചോദിച്ചിനി ഈ ടാങ്ക്, ഇതൊക്കെ ടാങ്ക് അത് നമ്മളെ മൂത്തച്ഛൻ കാക്ക ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരുന്നതാണ് കേട്ടോ. അതേമാതിരി നമ്മളെ പുതിയാപ്പിളക്കാക്കി കൊണ്ടുവന്നതേനി. അപ്പം ഇത് പണ്ടേ പോലും ഉപയോഗിച്ചിരുന്നതാണ്. അപ്പോൾ പിന്നെ നമ്മളായിട്ട് ഇനി അത് മാറ്റി കുറിച്ചിട്ടില്ല. അപ്പോൾ ഞാനും ഇപ്പം തന്നെയാണ് ഉപയോഗിച്ചത് കേട്ടോ. പിന്നെ ചെമ്പട്ടിയും കുടുക്കിയെന്ന് വെച്ചാൽ ഇമ്മയൊക്കെ വെള്ളം കൊണ്ടുവന്നിനതും ചോറ് വെച്ചിനതും ഒക്കെ ആ ഒരു കുടുക്കിയിലും ചെമ്പട്ടിയിലൊക്കെ ഇനി കേട്ടോ. അപ്പോൾ പിന്നെ തറവാട്ട് പേര് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ എല്ലാവരും പാടെ കൂടുമ്പം താത്താരും കാക്കാരും എല്ലാവരും പാടെ കൂടുമ്പം ഞങ്ങൾ പുറത്തുനിന്ന് ഒരു ചെമ്പട്ടിയോ കുടുക്കയോ ഒന്നും ഞങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവരലില്ല കേട്ടോ. കാരണം ഇത്രയും വലിയ കുടുക്കിയും ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരലില്ല. അപ്പോൾ പിന്നെ നല്ലൊരു ഉപകാരമല്ലേ. അതുകൊണ്ട് പിന്നെ ഓരൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോഴും നമുക്കത് കൊടുത്തുകാണ്ട് ചെറുതാക്കാനൊന്നും ചെറിയ ചെമ്പട്ടി ആക്കാനൊന്നും നമുക്ക് മനസ്സ് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ നിൽക്കുന്ന പാട്ട് തന്നെ നിൽക്കട്ടെ, നമ്മളെ ആവശ്യവും നടക്കും. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെച്ചെങ്കിൽ നമ്മൾ ഈ കുടുക്കിയും പാത്രവും ഒക്കെ തന്നെയാണ് കേട്ടോ എടുക്കുക എല്ലാവരും കൂടുമ്പോൾ. അപ്പോൾ ഇങ്ങനെ പുറത്തുനിന്ന് ഞങ്ങൾ പാത്രങ്ങളൊന്നും കൊണ്ടുവരലില്ല. ഇങ്ങനെ ഉപകാരം ഉണ്ടാവും. എപ്പോഴാണ് നമുക്ക് അങ്ങനത്തെ വലിയ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും എല്ലാവരും പാടെ കൂടുമ്പോൾ തറവാട്ട് പേരല്ലേ, അപ്പോൾ എങ്ങനെയായാലും കൂടൂലേ. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് പാത്രം കൊണ്ടുവരണ്ടേ. അപ്പോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഖേദിച്ചു, പഠിച്ചോനെ അന്നൊരു ചെമ്പട്ടിയും അങ്ങനത്തെ ഒരു കുടുക്കി ഉണ്ടായിനല്ലോ, കൊടുക്കണ്ടില്ലേ നീ ഇങ്ങനെ ഒരു ഖേദയിക്കാരം മനസ്സിൽ. അപ്പോൾ നമ്മൾ എന്താണെന്നറിയാം, ഇപ്പോൾ നമുക്കിപ്പോൾ അവിടെ ഉണ്ടായിട്ട് ഒരു ഇടങ്ങേറുമില്ല. അത് നിൽക്കണ പാട്ടിൽ നിൽക്കട്ടെ. അത് പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ മോറി വെക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോഴും ആ കുടുക്കിയും പാത്രമൊക്കെ എടുക്കലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. അതിപ്പോൾ ഇന്നത്തെ ഒരു കമൻ്റ് ഉണ്ടായിന്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അത്ര വലിയ കുടുക്കിയും പാത്രമൊക്കെ ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പം നമ്മളത് തറവാട്ട് പേരെയാണ്, എല്ലാവരും കൂടും. അപ്പോൾ നമുക്ക് അത് മതി, പുറത്തുനിന്ന് ഒരു പാത്രവും കുടുക്കുക ഒന്നും കൊണ്ടുവരണ്ട കേട്ടോ. അപ്പോൾ അതിനില്ല മറുപടി കിട്ടിയില്ലേ. അപ്പോൾ അതാണ് കേട്ടോ മോളെ. അപ്പോൾ നമുക്കിന്ന് ചായക്ക് കടി എന്താണ്? ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ പെയിൻ്റൊക്കെ അടിച്ചിട്ട് നമ്മളെ ഫസ്റ്റത്തെ അടുക്കള ഇതിൽ പാചകം ചെയ്യാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയാക്കണേ. അല്ലെങ്കിൽ ആ റേക്കിൻ്റെ ചുവട്ടിലൊക്കെ അങ്ങനെ കരി പിടിച്ച് കണ്ടൊക്കെ ഉണ്ടായിരുന്നില്ലേ. ഇപ്പം ഈ വീഡിയോ എടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല സന്തോഷം കേട്ടോ. കാരണം ഇഞ്ച് അടുക്കള കാണാൻ സുന്ദരി കുട്ടിയായിക്കണേ. ഇപ്പോൾ പുതിയ എണ്ണ അയക്കണില്ലേ അടുക്കള, നല്ല ചൊറുക്കുണ്ട്. അപ്പം വീഡിയോ എടുത്തപ്പോഴും വീഡിയോ കണ്ടപ്പോഴൊക്കെ ഉണ്ടല്ലോ എൻ്റെ മനസ്സാണ് നിറഞ്ഞു മക്കളെ. കാരണം അതിങ്ങനെ കാണുമ്പോൾ ഒരു പൊറുതിയോടൊക്കെ ഉണ്ടായിനി മനസ്സിക്ക്, ആ ചളിയൊക്കെ ഇങ്ങനെ കാണുമ്പം. പിന്നെ ഏതായാലും അൽഹംദുലില്ലാ. പിന്നെ നമ്മളെ മോഹൻലാൽ ശ്രീനിവാസനോട് പറഞ്ഞിട്ടില്ലേ, എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസാൻ എന്ന പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരു സമയമുണ്ട് മക്കളെ. ആ സമയം വരുമ്പം നമുക്ക് നമ്മളെ പടച്ചോൻ അതുകൊണ്ട് നിറവേറ്റിത്തരും. പഠിച്ച തമ്പുരാനതിന് നമുക്ക് ആയുസ്സും ആരോഗ്യവും ഒക്കെ തരട്ടെ, എല്ലാം അനുഭവിച്ചാനും ഒക്കെ. അപ്പോൾ ഇതാക്കണേ നമ്മളെ ഇഡ്ഡലിയൊക്കെ ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടില്ല, സൂപ്പർ ഇഡ്ഡലി ആയിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണ തേച്ചത് കുറച്ചിങ്ങോട്ട് കുറവായിട്ട് എന്താണാവോ അതിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ചോറ് ഏറിയതാണോന്ന് അതും നമുക്ക് പറയാൻ കൂടിയാടില്ല. പക്ഷേ എങ്കിൽ ചോറ് ഏറിയതുകൊണ്ട് ഇക്കാരം ഇഡ്ഡലി നല്ല സോഫ്റ്റ് ഉണ്ടായിന് കേട്ടോ. ചോറ് കൂടിയാൽ അങ്ങനെ ഒരു ഇതുണ്ട് തോന്നുന്നുണ്ട്. പിന്നെ നമുക്ക് ചട്ടിനി ഉണ്ടാക്കിയെടുക്കണം. അതിന് തേങ്ങ പൊട്ടിച്ചാണ് കേട്ടോ.
അപ്പം നമ്മളെ മിന്നൂട്ടി ഉണ്ടല്ലോ ഈ തേങ്ങയും കൊണ്ട് കുറേ ദിവസമായിക്കണം അങ്ങനെ വെയ്ത്താൽ അടക്കണം കേട്ടോ. അമ്മ പൊട്ടിച്ചേരി തേങ്ങള്ളം പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു പൊട്ടിച്ചുമ്പോൾ തരാമെന്ന് പറഞ്ഞ്. അപ്പം ഇന്ന് ആ തേങ്ങള്ളം ഓക്ക് കൊടുക്കണം. അതേ പറഞ്ഞ മാതിരി ഓക്ക് തേങ്ങയും വേണം. അപ്പം അതിമെന്നൊരു പൂളെടുത്തിട്ട് തേങ്ങയും കൊടുക്കണം കേട്ടോ. അപ്പം അങ്ങനെ ഏതായാലും തേങ്ങ വെള്ളം ഞാനവിടെ മാറ്റി വെച്ചിക്കണേ. അല്ലെങ്കിൽ ഞാൻ ഇഞ്ച വീടാക്കാണ് പോയാലാണ്. അന്ന് ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഇന്ന് അവിടെ തന്നെ വെച്ചിക്കണേ. ഇന്നോള് കുടിച്ചോട്ടെ. അതിനെ നമ്മൾ ചട്ടിനിയൊക്കെ ഉണ്ടാക്കിക്കണം കേട്ടോ. പിന്നെ ചട്ടിനി ഉണ്ടാക്കപ്പോൾ എല്ലാവർക്കും അറിയില്ലേ, മുളകും തേങ്ങയൊക്കെ അരച്ചിക്കാണ്ട് കടുകൊക്കെ വറുത്ത് സൂപ്പറായിട്ട് നല്ല കുറുന്നനല്ലേ ചട്ടിനി ഉണ്ടാക്കിക്കണേ. നമ്മളെ ഇഡലിൻ്റെ ചൊറുക്കുണ്ടല്ലോ നിങ്ങൾ, നല്ല ചൊറുക്കുണ്ട്, നല്ല സ്പോഞ്ചുമാണ് കേട്ടോ. അങ്ങനെ ചായയും കടിയൊക്കെ റെഡിയാക്കി വെച്ചു. നമുക്ക് ഇനി നനച്ചുളി തുടങ്ങണ്ടേ, അതിനാണ് നമ്മൾ നേരത്തെ കാലത്തെ ചായയും കടിയൊക്കെ ഉണ്ടാക്കിക്കണം കേട്ടോ. അതിനെ മിറ്റടിച്ച് വരണം, ചെടിയൊക്കെ ഒന്ന് നനക്കണം. ചെടിയൊക്കെ എത്ര നനച്ചിട്ടും കാര്യമല്ല മക്കളെ, പെരും വെയിലാണ് കേട്ടോ. അപ്പം മിറ്റടിച്ച് വരണമെങ്കിൽ ആദ്യം നമ്മളിങ്ങനെ ഒന്ന് വെള്ളം കുടയണം, എന്നെങ്കിലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പൊടി പാറിയിട്ട് വെക്കൂല. പിന്നെ ഇന്നലെ ഞാൻ ആ പെയിൻ്റൊക്കെ നന്നാക്കിയപ്പം പൊടി പാറിയപ്പോൾ പറഞ്ഞ് മാസ്ക് വെച്ചുകൂടേനി എന്ന് പറഞ്ഞ്. മാസ്ക് വെച്ചാൽ ഇച്ചൊരു ശ്വാസം മുട്ടലാണ് കേട്ടോ, ശ്വാസം തന്നെ കിട്ടാത്ത മാതിരിയാണ്. അതുകൊണ്ട് ഞാൻ തട്ടം കൊണ്ട് പൊത്തി പിടിച്ചത്. ഇന്ന് നമുക്ക് നമ്മളെ ഉള്ളിക്കൊട്ടയും അങ്ങനത്തെ ഒക്കെ നമുക്ക് കുറച്ച് മോറിയെടുക്കാം. ചെമ്പും കുടുക്കിയും പാത്രങ്ങളൊക്കെ ഇന്നലെ മോറിയില്ലേ. ഇനി കുറച്ച് സാധനങ്ങളുള്ളൂ കേട്ടോ മോറാൻ. അടുക്കള ഉണ്ട് വജ്ജായി കിട്ടിയ മക്കളെ, സുഖമാണ്. പിന്നെ റൂമുകളൊക്കെ അല്ലേ, അത് അത്ര വലിയ പണിയൊന്നുമില്ല. അടുക്കളയിലാണ് നമ്മൾ ഇഷ്ടം പോലെ പണിയില്ലത് കേട്ടോ. അത് തട്ടിക്കൊട്ടലും റാക്ക് തട്ടലും ഒക്കെ. അപ്പോൾ പെയിൻ്റ് അടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇപ്രാവശ്യം നല്ല സുഖമാണ് കേട്ടോ. ഇനി വാതിലും കട്ടിലൊക്കെ മോറാണ്ട് അത് ഇനി നമുക്ക് ഈ ബറാത്താണ് കഴിഞ്ഞിട്ട് നമ്മൾ ഹാളും സിറ്റൗട്ടൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നല്ലേ പെയിൻറ്റ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് വാതിലും കട്ടിലൊക്കെ ഒന്ന് മോറാം. പിന്നെ കുറച്ച് ബക്കറ്റുകളൊക്കെ ഉണ്ട് മോറാൻ. അപ്പോൾ ഇന്നലെ അരിയൊക്കെ ഒഴിവാക്കിയ ബക്കറ്റില്ലേ, അതുണ്ട് മോറാൻ. അതൊക്കെ ഒന്ന് നമുക്കൊന്ന് മോറിയെടുക്കണം കേട്ടോ. അപ്പം ഒന്ന് ഓരോന്നോരോന്ന് അങ്ങനെ നമുക്കണ്ട് കഴിച്ചെടുക്കാം. നോലുമ്പാകുമ്പോഴത്തേന് നമുക്ക് എല്ലാ പണികളും കഴിച്ചണം കേട്ടോ. അങ്ങനെ എന്നാൽ തന്നെ ഉണ്ടാവും നോലുമ്പാകുമ്പോഴത്തേന് അത് വരെ എന്തെങ്കിലുമൊക്കെ പണികൾ എടുക്കാത്തത്. നോൽമ്പ് വരെ ഉണ്ടാവും ഇയാൾ എന്തെങ്കിലുമൊക്കെ അവിടെയും ഇവിടെയൊക്കെ തൊട്ട് അമച്ച് കണ്ട ഒരു പണികളുണ്ടാവും. അപ്പോൾ ഇതാക്കണേ ഓട്ടപാത്രത്തും ഒക്കെ എടുത്തുക്കണം കേട്ടോ ഞാൻ. അപ്പോൾ ഇതൊക്കെ ഞാൻ ആദ്യം ഉരച്ച് വെച്ചതാണ് കേട്ടോ. ഇതിപ്പോൾ എന്താ ഇങ്ങനെ കേൾക്കണമെന്ന് നിങ്ങൾ ആരും കരുതണ്ട കേട്ടോ. ഞാനിതൊക്കെ ആദ്യം ഉരച്ച് വെച്ചതാണ്. ആ ഉരക്കണത് കൂടി കാട്ടുമ്പോഴത്തേന് വീഡിയോ നല്ല ലെങ്ത്ത് കൂടൂലേ. ഇപ്പം തന്നെ 10-16 മിനിറ്റ് ഉണ്ട്. ചിലവർ പറയും ലെങ്ത്ത് കൂട്ടാൻ, ചിലവർ പറയും ലെങ്ത്ത് കുറക്കാൻ. നമ്മളിപ്പോൾ ഇതിൽ ഏതാണ് ആളെ കാട്ടുക അപ്പോൾ ഏതായാലും പരമാവധി നമ്മൾ ലെങ്ത്ത് കുറച്ച് കാണ്ട് തന്നെയാണ് കേട്ടോ ഇടുക. കാണാൻ ഇഷ്ടമല്ലോർക്ക് ഇക്കാരം ലെങ്ത്ത് കൂടുതൽ വേണ്ടിയത്, കാണാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഇക്കാരം ലെങ്ത്ത് കുറച്ച് കുറവും വേണ്ടിയത് അല്ലേ. എന്താണെന്നറിയില്ല, നമുക്ക് പറയാൻ പുടിയാടില്ല. എന്നാലും ഏതേതൊക്കെയാണ് വെട്ടി കുറക്കാന്നിപ്പോൾ നമുക്ക് അറിയില്ല. അതുകൊണ്ട് കുറേയൊക്കെ വെട്ടി ചുരുക്കി പിന്നെ സ്പീഡ് കുറേ ആക്കി അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ അങ്ങോട്ട് ഒന്ന് ഫുള്ളാക്കുന്നത്. നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുക, പിന്നെ അതിങ്ങനെ വെട്ടി ചെറുതാക്കി ആകുമ്പോൾ വല്ലാത്തൊരു പൊറുതിയേടാണ് കേട്ടോ മനസ്സിക്ക്. ഏതായാലും കജ്ജണമാരിയൊക്കെ കുറേ വെട്ടി ചെറുതാക്കി കുറേ മണ്ടിപ്പായണമാരിയൊക്കെ ഞാൻ സ്പീഡ് കൂട്ടിയൊക്കെ വെച്ചിക്കണം കേട്ടോ. അങ്ങനെ മോറലൊക്കെ കഴിഞ്ഞ് ഞാൻ അടുപ്പും വീതനയൊക്കെ ഒന്ന് തുടച്ച് വൃത്തി ആക്കി ഇടുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട് മോറി വെച്ചു. പിന്നെ നമുക്ക് മീനുണ്ട് കേട്ടോ, സൂത. അപ്പോൾ ആ സൂത ഒന്ന് നന്നാക്കണം. അപ്പോൾ ബറാത്തല്ലേ, അപ്പോൾ ബറാത്തിന് നമ്മൾ പ്രാവശ്യം മധുരം നല്ല ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ ഞാൻ മീനോണ്ട് ചെറിയൊരു ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പം മിറാജിൻ്റെ ഒന്ന് പറഞ്ഞിനി ചക്കരച്ചോറ് വെക്കാൻ കേട്ടോ. ചക്കരച്ചോറ് വെച്ചാലിൻ്റെ പൊന്നാര താത്ത നമ്മളെ മക്കൾക്കാർക്കും പറ്റൂല. നമ്മളെ മക്കൾ എന്തൊരു ചോറമ്മ അത് ഞങ്ങൾക്ക് കണ്ടാറ്. പിന്നെ അപ്പം ഞാൻ ആ ചോറുകൊണ്ട് തന്നെ കുടുങ്ങും. അതുകൊണ്ട് ഞാൻ ചക്കര ചോറ് ഉണ്ടാക്കാനോ അതിനൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. പിന്നെ എന്താ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ വേണമല്ലോ ബറാത്തിൻ്റെ അന്ന്. അപ്പം ഞാൻ എന്താട്ടി മധുരമൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല. ഞാൻ ഇങ്ങനെ ഈ സൂത വെച്ചിട്ടൊരു ബിരിയാണി വെക്കാൻ വിചാരിച്ചു. പിന്നെ ഞാൻ അരി വെള്ളത്തിലിടണം കരുതീനി കേട്ടോ. പിന്നെ അത് അങ്ങനെ മറന്ന് പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് ഓർമ്മയായത്. അപ്പോൾ ഏതായാലും നമ്മൾ ഈ ബിരിയാണി വെച്ചിട്ട് ഇപ്രാവശ്യത്തെ ബറാത്തി നമുക്കാണ്ട് ഉസാറാക്കാം. അങ്ങനെ ഇതാക്കണേ. മീൻ നന്നാക്കിയപ്പോൾ കജ്ജുമ്മ തട്ടിയോ എന്നൊരു സംശയം, അതാ നോക്കിയത് കേട്ടോ. അപ്പോൾ കജ്ജുമ്മലൊന്നും തട്ടിയിട്ടില്ല. മീനുണ്ടല്ലോ നല്ല അടിപൊളി മീനാണ്. നമ്മളെ മീൻ ചോര കളറാണ് വെച്ചെങ്കിൽ നല്ല മീനയിക്കാരം കേട്ടോ. അല്ലെങ്കിൽ കാപ്പി കളറാണ് അതിൻ്റെ ചോര വെച്ചെങ്കിൽ ചീഞ്ഞ മീനയിക്കാരം. ഇത് നല്ല മീനാട്ടോ, സൂപ്പർ മീനാണ്. അപ്പോൾ മീനൊക്കെ മുറിച്ചുമ്പോഴൊക്കെ നല്ല സുന്ദരമായിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ.
അപ്പോൾ ഞാനിങ്ങനെ നോക്കുകയാണ് പഞ്ഞി ഉണ്ടോ എന്നുള്ളത്. പഞ്ഞിയൊന്നുമില്ല കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് പഞ്ഞിയാണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ നിന്ന് നന്നാക്കണോണ്ട് തന്നെ നമ്മളെ കുട്ടികളൊക്കെ നമ്മളെ കാലിൻ്റെ അടിയിൽ കൂടെയൊക്കെ നിൽക്കണുണ്ട് കേട്ടോ. മ്യാവു 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 പറഞ്ഞു കണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം തരാം, സബൂറാകി ഇപ്പം തരാമെന്ന് പറഞ്ഞു കണ്ട് അവരവിടെ നിർത്തിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒക്കെ നന്നാക്കി മീനൊക്കെ നന്നാക്കി ഒന്ന് മുറിച്ച് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ മീൻ നല്ല മീനായതുകൊണ്ട് തന്നെ മുറിച്ചാനും നല്ല സുഖമുണ്ട് കേട്ടോ. അപ്പോൾ ചീഞ്ഞ മീനാണ് ഈ ചെങ്കിണ്ടല്ലോ മുറിച്ചുമ്പോഴത്തേന് ആകപ്പാടങ്ങോട്ട് ഉടഞ്ഞു വരും. അപ്പോൾ ഞാൻ എന്താട്ടി ഇങ്ങനെ കുറച്ച് അത്യാവശ്യം വലുപ്പത്തിൽ ഉണ്ടാക്കിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇന്നും കോഴിയാക്കിയാൽ പിന്നെ നാളെ ഇപ്പം നോമ്പുമല്ലേ, അപ്പോൾ പിന്നെ അപ്പോഴും വേണ്ടേ നോമ്പ് തുറക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നോമ്പ് നോൽക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പടച്ചോനെ ആരോഗ്യ ആയുസ്സും ഒക്കെ നമുക്ക് പടച്ച തമ്പുരാൻ തരട്ടെ. ഇനിയില്ല മിറാജും ബറാത്തും റമളാനിലൊക്കെ നമുക്ക് കൂടാനുള്ള ഭാഗ്യവും പടച്ചോൻ തരട്ടെ അല്ലേ. ആമീൻ, ആയുസ് നീട്ടി തരട്ടെ. അപ്പോൾ ഞാൻ മീനൊക്കെ അങ്ങനെ നന്നാക്കി എടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മീനൊക്കെ നന്നാക്കി എടുത്ത് ഇതാക്കണേ നമ്മളെ കുട്ടികളുണ്ടല്ലേ അങ്ങനെ നിൽക്കണുണ്ട്. അപ്പോൾ ഞാൻ ഓർക്ക് നമ്മളെ മീനിൻ്റെ ഇളയും പുകും ആ പഞ്ഞിയെന്ന് പറഞ്ഞല്ലേ അതും ഒക്കെ ഞാൻ അതിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഓരവിടെ നിന്ന് തിന്നോളും. അപ്പോൾ ഓർക്ക് തിന്നാൻ കൊടുക്കണ പാത്രം എന്തേ ആയതെന്ന് ഇപ്പോൾ നമുക്ക് കുടിയാടില്ല. അതിപ്പോൾ ഈ നനച്ചുള്ളിൻ്റെ ഇടയിൽ അതും എടുത്ത് വലിച്ചെറിഞ്ഞോന്ന് ഇപ്പോൾ അതൊന്നും നിച്ചല്ല. ഇനി പുതിയൊരു പാത്രം നമുക്ക് ഓർക്കായിട്ട് ഒന്ന് എടുക്കണം. അങ്ങനെ ഇതാക്കണം. ഒരാൾ വന്ന് മറ്റോരൊക്കെ ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ അതാ ഒരാളും കൂടിയും വന്ന് ഇനി ബാക്കിയുള്ളവരും കൂടി ഉണ്ട് വരാൻ. ഓലെവിടെയാണെന്ന് അറിയില്ല. അങ്ങനെ മറ്റോക്ക് എന്തൊക്കെയോ ഒരു ഇതുണ്ട് ഇങ്ങനെ മണത്ത് നോക്കി ഇതാക്കിയൊക്കെ നിന്ന് ഏതായാലും പിന്നോട് തിന്നിക്കണം കേട്ടോ. അങ്ങനെ മീനൊക്കെ ഞാൻ മസാല കൂട്ടി വെക്കുകയാണ് കേട്ടോ. അപ്പം ഉച്ചക്കാണ് കേട്ടോ ഞാൻ മസാല കൂട്ടി വെക്കണത്. ചോറ് പിന്നെ വൈകുന്നേരമാണ് കേട്ടോ വെക്കണത്. നമുക്ക് പിന്നെ ഉച്ചക്ക് വെച്ചാൽ നമുക്ക് കുറച്ച് ചോറും മീൻചാറും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളെന്താട്ടി അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അങ്ങനെ മീനൊക്കെ എടുത്ത് പൊറുക്കി ഞാൻ മസാല കൂട്ടിയേക്കാണ് കേട്ടോ. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പെരിഞ്ജീരകം, കുറച്ച് സുർക്കി പറന്നിക്കണം കേട്ടോ. മീനൊന്ന് കുഴച്ച് വെക്കുകയാണ്. ഉപ്പും മുളകൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് പിടിച്ചട്ടെ. എന്നിട്ട് നമുക്ക് വൈകുന്നേരം ചോറ് വെക്കാം. അങ്ങനെ അതാക്കണേ മീനൊക്കെ ഞാൻ നല്ലോണം ഒന്ന് മസാല പുരട്ടി വെച്ചിക്കണം കേട്ടോ. അപ്പോൾ മക്കളെ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നമ്മളെ മുത്തുമണികൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ തുടർന്നും നമ്മളെ മുത്തുമണികളെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം വ്യൂസൊക്കെ പറ്റ കമ്മിയാണ്. എന്നാലും നമുക്ക് നിർത്താൻ തോന്നണില്ല കേട്ടോ. ഇത്രത്തോളം നമ്മൾ ഈ സൈക്കിൾ ഉന്തി കൊണ്ടുവന്നില്ലേ, അപ്പോൾ നിർത്താൻ തോന്നിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ലൈക്കും കമൻറ്റൊക്കെ ഉണ്ടെങ്കിലേ മക്കളെ നമുക്കൊരു തൃപ്തി ഉണ്ടാവുള്ളൂ, മനസ്സിക്ക് ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുകയല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ മീനൊക്കെ പൊരിച്ചിക്കണം കേട്ടോ. പിന്നെ മീനൊക്കെ പൊരിച്ച് ആ മീൻ പൊരിച്ച ഓയിൽ കുറച്ച് ഞാൻ പാർന്നിക്കാണ്ട് നെയ്ച്ചോറാക്കി കണ്ടാണ് വെക്കണം കേട്ടോ. ഇനി അതൊന്ന് വെച്ച് ഊറ്റി ഒന്ന് നിൽക്കണ്ട, നമുക്ക് വൈകുന്നേരത്തിന് മതിയല്ലോ. അപ്പോൾ പിന്നെ ബാക്കിയുണ്ട് വെച്ചെങ്കിൽ നമുക്ക് പെലച്ചക്ക് കൊടുക്കാം കേട്ടോ ഇൻഷാ അല്ലാ. അപ്പം അങ്ങനെ ഞാൻ ഒരു നെയ്ച്ചോറ്റിൻ്റെ ഓയിൽ 2 എടുത്തുക്കണം കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു ദിവസം പറഞ്ഞിരിക്കണത് എന്താ വായൻ്റെ ഇലയാണോ? വായൻ്റെ ഇല അല്ല കേട്ടോ, നെയ്ച്ചോറ്റിൻ്റെ ഓലയാണ്. പിന്നെ ആ മീൻ പൊരിച്ച ഓയിലിൽ നിന്ന് നമ്മൾ കുറച്ചിട്ടുകാണ്ട് വല്ലുള്ളിയും തക്കാളിയും ഒക്കെ മസാലയൊക്കെ കൂട്ടുകയാണ്. ചോറ് ഞാനൊരു ചെമ്പട്ടിക്ക് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. ഇനി നമുക്ക് ആ കുക്കർക്ക് തന്നെ ദമ്മിടാം കേട്ടോ. അപ്പോഴത്തേന് ഫോണൊക്കെ ഒന്ന് നിലത്തേക്ക് വീണ, അതാണ് ഇപ്പോൾ ഒന്നിങ്ങനെ മണ്ടി പാഞ്ഞിട്ടതിൽ. പിന്നെ ഞാൻ കുറച്ച് മസാല ഇട്ട് കൊടുത്ത് പിന്നെ നമുക്ക് അതൊന്ന് നിരത്തി കൊടുത്തിട്ട് നമ്മളെ മീനുണ്ടല്ലോ അതൊക്കെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഒന്ന് കയ്യിലുകൊണ്ടൊന്ന് മസാലയൊക്കെ ഒന്ന് നിരത്തി കൊടുത്തേക്കണ്. നമ്മൾ മീനൊക്കെ ഇനി ഓരോന്നോരോന്ന് അങ്ങോട്ട് വിട്ടായിട്ട് ഇങ്ങോട്ട് നിരത്തിയിട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കിയില്ല നമ്മളെ മസാലയും കൂടി ഉണ്ടല്ലോ അതും കൂടി അതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുത്താൽ നമ്മളെ മീൻ ബിരിയാണീൻ്റെ മസാല റെഡി ആയിട്ടോ. അപ്പം ഒക്കെ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ, കാരണം വീഡിയോ ലെങ്ത്ത് കൂടും കരുതിയിട്ടേ. പിന്നെ ഞാൻ ചോറ് നെയ്ച്ചോറാക്കി വെച്ചിക്കാരനല്ലേ, ഞാൻ അതിൻ്റെ മുകൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. വായൻ്റെ നമ്മൾ വെച്ചിട്ടില്ല കേട്ടോ. വായൊന്നും നമ്മളോടല്ല, പിന്നെ അയലോക്കത്തേക്കൊക്കെ പോകണം, അതിനൊന്നും പോകാനാവില്ല വിചാരിച്ച്. പിന്നെ ഞാൻ അവിടെയും ഇവിടെയൊക്കെ 2 ഹോൾസ് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. എന്തിനാ വെച്ചാൽ അതിലൊന്ന് ഇങ്ങനെ ആവി ഒന്ന് വന്നിട്ട് എന്നെങ്കിലല്ലേ നമ്മളെ കുക്കറൊന്ന്
കൂക്കുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പം അടിക്ക് പിടിച്ചാലോ നമ്മളെ മസാലയൊക്കെ. അപ്പോൾ അങ്ങനെ തിളക്കുമ്പോൾ അതിൻ്റെ ആവിയൊക്കെ വന്ന് ആ ചോറ്റ് കൂടെയൊക്കെ അങ്ങനെ പടർന്ന നല്ല മണയിക്കാരം. നല്ല രസമാണ് കേട്ടോ ഈ മീൻ ബിരിയാണി. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ മീൻ ബിരിയാണി ഇഷ്ടമില്ലാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ പറയും, ഇഷ്ടമല്ലോലുണ്ടെങ്കിലും പറഞ്ഞോളൂ കേട്ടോ. അങ്ങനെ ചോറൊക്കെ നമ്മൾ ദമ്മിട്ട് കണ്ട് നമ്മളെന്താട്ടി നമ്മളെ ചട്ടിയൊക്കെ ഉണ്ടായിനല്ലോ, ആ ചട്ടിയൊക്കെ ഒന്ന് മോറി കൗത്തി വെച്ചീനി. അതൊക്കെ ഒന്ന് നമ്മൾ എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഈ ചട്ടി മോറുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മോറുമ്പം എല്ലാതും മോറണമല്ലോ. അപ്പം ഇതിനെ മാത്രം നമ്മൾ ഒഴിച്ചിടാൻ പറ്റില്ലല്ലോ. അപ്പം ഇവർക്ക് സങ്കടമല്ലേ ഈ കാരം നമ്മളെ മാത്രം കുളിപ്പിച്ചില്ലാറിഞ്ഞാണ്ട്. അപ്പോൾ ഞാൻ ഓലയും കൂടിയാണ് കുളിപ്പിച്ചെടുത്തിക്കണം കേട്ടോ. നല്ല സോപ്പൊക്കെ ഇട്ട് നല്ല സുന്ദരിയാളായിക്കണം. ആ മൂട്ടത്തെ ചളിയൊക്കെ കളഞ്ഞേക്കണ്, കരിയും പൊടിയൊക്കെ ഉണ്ടതിന് മൂട്ടിൽ, അത് മുഴുവനൂനും വരച്ച് കളഞ്ഞേക്കണം കേട്ടോ. അങ്ങനെ ഇന്നിപ്പോൾ നല്ല സുന്ദരി കുടുക്കളൊക്കെ കഴിക്കണേ. ഇന്നതാക്കണേ ചോറ് ദമ്മ് പൊട്ടിച്ചേക്കണം കേട്ടോ. നെയ്ച്ചോറോ ബിരിയാണിയോ കാണിച്ചെങ്കിൽ നമ്മളെ മക്കൾ ഇമ്മ പൊട്ടിച്ച് എന്നെക്കൊണ്ട് ഇങ്ങനെ വെയ്ത്താലെടുക്കും. പിന്നെ ഞാനതാണ് പൊട്ടിച്ച് ഓലിക്കാണ് കൊടുത്ത് എന്നെങ്കിലും ഇച്ചൊരു സമാധാനം ഉണ്ടാവുള്ളൂ, ഓലിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. കാരണം അല്ലെങ്കിൽ ചെവി കേൾക്കാനായിക്കൂല. പൊട്ടിച്ചിമ്മ ഇതാണെങ്കിൽ, അല്ലെങ്കിൽ ഓലിക്ക് മാണ്ടന്നെ വന്നോളി പറഞ്ഞാലും വരൂല ചോറ് കഴിച്ചാൻ. ഇതാവുമ്പം ഇങ്ങോട്ട് വന്നുകാണ്ട് പാത്രം കജ്ജി പിടിച്ച് ഇങ്ങനെ നിൽക്കുക, തെരിമ്മ കണ്ടിട്ടോ. ഇത് പറയുന്നിട്ട് സനു വരും ചെറി. അങ്ങനെ ഓലിക്കൊക്കെ ചോറ് കൊടുത്തു. അപ്പം നമ്മളെ ബറാത്ത് സ്പെഷ്യൽ മീൻ ബിരിയാണി ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾക്ക് ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നാളെ വരണ്ട്. അപ്പം എല്ലാവരും ബറാത്തിൻ്റെ നോലുമ്പൊക്കെ കജ്ജണോലൊക്കെ നോൽക്കുക. റമദാന് നോൽക്കാനും പടച്ചോ നമുക്ക് ആരോഗ്യവും ആയുസ്സും ഒക്കെ തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി നിർത്തട്ടെ കേട്ടോ.